ഒന്നും ശരിയാകുന്നില്ലെന്ന CPM-ന്റെ ആത്മവിമർശനത്തിന് തൊട്ട് പിന്നാലെ മന്ത്രി കുടുങ്ങിയത് രാജിയിൽ വീണ്ടെടുക്കാൻ കഴിയുമോ? ശ്രീ ഉഴവൂർ വിജയൻ, മന്ത്രിക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും പാർട്ടി. പക്ഷേ മന്ത്രി രാജിവെച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് മന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകുവാൻ പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത്? ഞങ്ങളുടെ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോൾ, പരാതിക്കാരിയില്ലാത്ത ഒരാക്ഷേപമാണ് എങ്കിൽ പോലും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു ആക്ഷേപം വരുമ്പോൾ, ഒരു ആരോപണം വരുമ്പോൾ എങ്ങനെ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് കുറുക്കുവഴികൾ തേടി കഴിഞ്ഞ ഗവൺമെൻറ്റിലെ ചില മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ നിയമം നിയമത്തിൻ്റെ വഴിക്ക്, നിയമം നിയമത്തിൻ്റെ വഴിക്ക് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാതെ ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം രാജിവെക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയോ പാർട്ടി പ്രസിഡൻ്റായ ഞാനോ അദ്ദേഹത്തോട് രാജി നൽകണം എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനമാണ് ഇന്ന് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതായത് രാജിവെക്കാതിരിക്കാൻ AK ശശീന്ദ്രന്റെ മുന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണോ NCP സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്? പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ തന്നെ ഉന്നതമായ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് AK ശശീന്ദ്രൻ സ്വയം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു, അല്ലാതെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടില്ല എന്നാണോ? പക്ഷേ മുഖ്യമന്ത്രി കൈവിട്ടത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു രാജി വേണ്ടി വന്നത്? അല്ല, ഒരിക്കലുമല്ല. മുഖ്യമന്ത്രിയുമായി ഞാൻ ഈ കാര്യത്തിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് മന്ത്രി തന്നെ ആ കാര്യത്തിൽ എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു സമ്മർദ്ദവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ പാർട്ടിയുടെ ഒരു സമ്മർദ്ദവും ശശീന്ദ്രന് മേലുണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ആക്ഷേപം വന്നു, അദ്ദേഹം രാജിവെക്കാൻ സ്വയം തയ്യാറായി. മുന്നണിയുടെയും അതേപോലെ പാർട്ടിയുടെയും അന്തസ്സ് കാത്തു രക്ഷിക്കുന്നതിനാണ് ഞാൻ രാജിവെക്കുന്നത് എന്ന് പത്രസമ്മേളനത്തിലൂടെ പറയുകയും ചെയ്തു. പണ്ടൊക്കെ അങ്ങനെയാണോ? ഒരു മന്ത്രി രാജിവെക്കാതിരിക്കണമെങ്കിൽ ഈ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് തെളിയിക്കുവാൻ അദ്ദേഹത്തിന് കഴിയണം. അത് നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് കൂടിയല്ലേ ഈ രാജി അദ്ദേഹം തന്നെ സ്വയം തീരുമാനിച്ചു എന്ന് താങ്കൾ പറയുന്നു? അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണമായത്, ഇതിൽ രാജിവെക്കാതിരിക്കാനുള്ള പല കാരണങ്ങൾ എന്താണ്? അതെന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റു കേസ് പോലെ അല്ലല്ലോ. അഴിമതി ആരോപണമൊക്കെ ആണെങ്കിൽ അത് തെളിയട്ടെ എന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ കഴിയും. ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കും തോറും കൂടുതൽ ആക്ഷേപങ്ങളും വിവാദങ്ങളും അത് സംബന്ധിച്ച് സമരങ്ങളുമൊക്കെ മുമ്പോട്ട് വരും. പ്രത്യേകിച്ച് ഈ മലപ്പുറത്തൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ദോഷമുണ്ടാകുന്ന കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ മുന്നണിയുടെ ഒരു നയം, ഈ ഗവൺമെൻറ് നയം, ചെറിയൊരു കാര്യം ഉണ്ടായാൽ പോലും, ഇതിനു മുമ്പ് ജയരാജൻ രാജിവെച്ചു, അതും ഒരു വലിയ സംഭവവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, എങ്കിലും രാജിവെക്കാൻ അദ്ദേഹം മുന്നോട്ട് കടന്നു വന്നു. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അന്വേഷിക്കണം, അന്വേഷിച്ചിട്ട് തെറ്റുകാരനാണോ എന്ന് അറിയണം. അല്ലാതെ നമ്മൾ ജ്യോത്സ്യന്മാർ പറയുന്നത് പോലെ ഊഹാപോഹങ്ങൾ ഇതേ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. ഏതായാലും ഒരു ഭാഗത്തു നിന്നുള്ള സംസാരം മാത്രമേ ആ ചാനലിലൂടെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. മറുഭാഗത്ത് ആര് സംസാരിച്ചെന്നോ ഇടയ്ക്കിടയ്ക്ക് ആരോ ഒന്ന് മൂളുന്നത് കേട്ടു എന്നുള്ളതല്ലാതെ സംസാരിക്കുന്നതായി കേട്ടിട്ടില്ല. നിങ്ങളാരും കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായിരുന്നാലും അദ്ദേഹം രാജിവെച്ചു. ഇനി രാജിവെച്ച ആ അദ്ദേഹത്തെ ഇവിടെ പലരും, മുതിർന്ന പല മാധ്യമ പ്രവർത്തകർ പോലും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നവമാധ്യമങ്ങളിലൂടെയൊക്കെ. അങ്ങനെ ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്ക്, ഒരു മന്ത്രിയാണെങ്കിൽ സ്വകാര്യത എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, ഈ ഒരു പ്രവണത ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പൊതുപ്രവർത്തകനും മന്ത്രിയും ഒക്കെ ആയിരിക്കുമ്പോൾ പൊതുജീവിതത്തിൽ പുലർത്തേണ്ട മാന്യത, മര്യാദ ഇത് പുലർത്തുന്നതിൽ ഈ മന്ത്രിക്ക് വീഴ്ച വന്നില്ലേ? അതുകൊണ്ട് തന്നെ രാജി അനിവാര്യമായി മാറുകയല്ലേ? അദ്ദേഹത്തിന്റെ സ്വകാര്യത അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടോ എന്ന വാദത്തെക്കാൾ ഉപരി ഒരു പൊതുപ്രവർത്തകനും മന്ത്രിയും എന്ന നിലയിൽ അദ്ദേഹം പാലിക്കേണ്ട ചില മാന്യതയും മര്യാദയും ഉണ്ട്. അതിവിടെ പാലിച്ചിട്ടുണ്ടോ?
പാലിച്ചിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം നമുക്കറിയത്തില്ലല്ലോ. മറുഭാഗത്തുനിന്ന് ആരും സംസാരിക്കുന്ന കേട്ടില്ല. അപ്പോൾ ആരോടാ സംസാരിച്ചതെന്ന് പോലും നമുക്ക് യാതൊരു പിടിയില്ല. അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഏതോ ഒരു സംസാരം കേട്ടു. ആ സംസാരത്തിലൂടെ അതിൻ്റെ ശബ്ദമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എനിക്ക് AK ശശീന്ദ്രനുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. അത് നമുക്ക് പരിശോധിക്കേണ്ട വിഷയമാണിത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ പന്തളം സുധാകരൻ, മുന വരുന്നത് നിങ്ങളുടെ ഭരണകാലത്തേക്ക് തന്നെയാണ്. അതായത് എത്രയോ മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലൈംഗിക ആരോപണങ്ങൾ വരെ മന്ത്രിമാർക്കെതിരെ ഉണ്ടായതാണ്. പക്ഷേ ഓരോ കാരണങ്ങൾ പറഞ്ഞു, അതിൽ ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ല എന്ന കാരണം തൊട്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇങ്ങനെ പറയുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ രണ്ട് മന്ത്രിമാരുടെ കാര്യം, EP ജയരാജന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ AK ശശീന്ദ്രന്റെ കാര്യത്തിലാണെങ്കിലും ആരോപണം വന്ന് ഉടൻ തന്നെ അന്വേഷണത്തിന് പോലും നോക്കി നിൽക്കാതെ തന്നെ രണ്ടുപേരും രാജിവെക്കുകയാണ് ഉണ്ടായത്. അതായത് ആ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുവാനാണ് ഈ സർക്കാർ ശ്രമിച്ചത്. ഇവിടെ എല്ലാവരും ഉന്നത മൂല്യം, ധാർമ്മികത, ഇത് പറഞ്ഞ് പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ ഇത് പറഞ്ഞ് തേഞ്ഞ വാക്കുകളാണെന്ന് ഖേദത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വന്നത് തന്നെ സത്യം പറഞ്ഞാൽ വളരെ വിമിഷ്ടത്തോടു കൂടിയാണ്. കാര്യം അങ്ങനെ സംഭവിക്കരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മൂന്നാമതായിട്ട് സ്ത്രീ സുരക്ഷ മുദ്രാവാക്യമായി എല്ലാം ശരിയാക്കി തരും എന്ന് പറഞ്ഞു വന്ന ഒരു ഗവൺമെൻറ് 1 വർഷം പൂർത്തിയാക്കുന്നതിന് 1 മാസം ബാക്കി നിൽക്കുമ്പോഴാണ് ശ്രീ MM മണി പറഞ്ഞതുപോലെ 1, 2, 3 എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ 2 വിക്കറ്റ് വീണിരിക്കുന്നു. ഹിറ്റ് വിക്കറ്റ് എന്ന് പറയും. 2 വിക്കറ്റ് വീണിരിക്കുന്നു. ഒരാൾ പോസ്റ്റിങ്ങിലൂടെ, രണ്ടാമത്തെയാൾ ഒരാൾ ബന്ധുവിഷയത്തിൽ, രണ്ടാമത്തെയാൾ സ്ത്രീ വിഷയത്തിൽ. ഇനി മൂന്നാമതൊരു വിക്കറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ, വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രത്തിൽ ആദ്യമായി SSLC ഇങ്ങനത്തെ പല വിക്കറ്റുകൾ ഉണ്ടായി ഓൾ ഔട്ട് ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. പക്ഷെ അത് ഉണ്ടാകാത്തത് ഈ താങ്കൾ പറഞ്ഞല്ലോ, ഈ ധാർമ്മികതയുടെ കാര്യം പറഞ്ഞത് തേഞ്ഞു പോയി എന്ന്, അത് ഉയർത്തിപ്പിടിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അതല്ല ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നത്. അതാണ് ശ്രീ ഉഴവൂർ വിജയൻ പറഞ്ഞത്. ആരോപണമുണ്ടായി, ഇന്നത്തെ കാര്യം തന്നെയാണെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മന്ത്രി രാജിവെക്കുവാൻ തയ്യാറായി. അല്ല, ശ്രീ ഉഴവൂർ വിജയൻ, ഞങ്ങളൊക്കെ സഹപ്രവർത്തകരാണ്. എനിക്ക് വലിയ ഇഷ്ടവും സ്നേഹവും ബഹുമാനമുള്ള ആളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, UDFിൻ്റെ കാലത്ത് ഇതിനേക്കാൾ മോശമായ ആരോപണങ്ങൾ വന്നു. ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെ ഒരു പ്രത്യേകത, ഒരു കേസിൽ പ്രതിയായ ഒരു സ്ത്രീയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇവിടെ അതല്ല. ഇപ്പം മന്ത്രി തന്നെ, ബഹുമാനപ്പെട്ട ശ്രീ ശശീന്ദ്രൻ തന്നെ, എൻ്റെയൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആളാണ്. അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങളോട് അങ്ങോട്ട് പറയുകയാണ്, ഇന്ന് കേരളത്തിലെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട, സംപ്രേഷണം ചെയ്യപ്പെട്ട മംഗളം ചാനലിലാണല്ലോ ഇത് വരുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ച് മന്ത്രി തന്നെ പറയുകയാണ്, ഞാനിതാ ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടി രാജിവെച്ചിരിക്കുന്നു. ഞങ്ങളാരും ആവശ്യപ്പെട്ടില്ലല്ലോ. കാരണം ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താ, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഈ മാധ്യമത്തിൽ വന്ന ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ഇടപെടണം, ആ മന്ത്രിയുടെ പേരിൽ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. പക്ഷേ അതിനു മുമ്പ് തന്നെ സ്വമനസാലെ മന്ത്രി വന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ ഗിൽറ്റി കോൺഷ്യസ് കൊണ്ട് തന്നെയാണ് എന്ന കാര്യം സംശയമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനെ ചെയ്തു, അങ്ങോട്ടൊരു മുന കാണിച്ച് ഈ അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് തോന്നുന്നു നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിമൻ ഹെൽപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്യാൻ പോകണം, മിത്ര 181 എന്ന് പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞപ്പോൾ മന്ത്രിമാർക്ക് ക്യാബിനറ്റിലാണ് ഇത് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീ സുരക്ഷയുടെ കാര്യമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ കാണുന്നത്. പക്ഷേ ഈ മന്ത്രി സ്ത്രീ സുരക്ഷയെ ഹനിക്കുന്ന എന്ത് കാര്യമാണ് ചെയ്തത്? ഇപ്പോൾ ശ്രീ ഉഴവൂർ വിജയൻ പറഞ്ഞ കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. കാരണം സംഭാഷണം ഒരു വശത്തു നിന്ന് മാത്രം, മന്ത്രിയുടെ വശത്തു നിന്ന് മാത്രം ഉണ്ടായതുകൊണ്ട് അത് മന്ത്രിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷേ അവിടെയൊക്കെ പൊതുപ്രവർത്തനത്തിലും മന്ത്രി എന്ന നിലയിലുമുള്ള മാന്യത അദ്ദേഹം പുലർത്തേണ്ടതായിരുന്നു. അല്ലെങ്കിൽ തൻ്റെ ചുറ്റുമുള്ള കണ്ണുകൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഗുരുതരമായ വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീ സുരക്ഷയുടെ കാര്യം ഇതുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സ്ത്രീ പീഡനത്തിൻ്റെ പരിധിയിലും അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി വരുന്നില്ലല്ലോ, പരാതിക്കാരിയില്ല. മഞ്ജുഷ, ഈ വിഷയം നമ്മളൊരു പ്രത്യേക തരത്തിലാണ് ഈ വിഷയത്തെ വിലയിരുത്തേണ്ടത്. ഒന്ന്, കേരളത്തിലെ പൊതുപ്രവർത്തകരിൽ നിന്നും കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു മാന്യതയുണ്ട്. ആ മാന്യത, ആ ധാർമ്മികത ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, ശ്രീ AK ശശീന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഗുരുതരമായ വീഴ്ച. ഒരു പക്ഷേ നിയമപരമായി ഇതിനെ പരിശോധിച്ച് കുറച്ചുകൂടിയൊക്കെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതിൽ എത്രത്തോളം തെറ്റ് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് ആ സമയത്ത് വിലയിരുത്തപ്പെടേണ്ടതാണ്. ഇവിടെ ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ഇദ്ദേഹം എന്തായാലും ഈ ഉഴവൂർ പറയുന്ന പോലെ മറുഭാഗത്ത് ശൂന്യാകാശത്തോടൊന്നും അല്ലല്ലോ അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നും അല്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം പറയണമായിരുന്നു അപ്പുറത്ത് ആരുമില്ല, ഞാനത് ട്രയൽ നടത്തി നോക്കിയാണെന്ന്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, അപ്പുറത്ത് ആളുണ്ടായിരുന്നു. ഒരു പക്ഷേ വ്യക്തമായിട്ടില്ല. അത് വ്യക്തമാക്കേണ്ടത് ആ മാധ്യമത്തിൻ്റെ ചുമതല കൂടി തന്നെയാണ്. ഇവിടെ പ്രശ്നം
ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ എ കെ ശശീന്ദ്രൻ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സഹായവുമായി ചെന്ന ഒരു സ്ത്രീയോട് ആ സഹായം ഞാൻ നടത്തി തരാം, എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ കീഴ്പ്പെടണം എന്ന ഉദ്ദേശത്തിലാണ് ഇത് സംസാരിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ്. അങ്ങനെ ആണോ അല്ലയോ എന്ന് തെളിയിക്കുവാനുള്ള ബാധ്യത ഇതോടുകൂടി ഈ അധ്യായം അടയുന്നില്ല, ഇത് തുറക്കുകയാണ്. ഈ കേരളത്തിലെ LDF ഗവൺമെൻറ്റിനുണ്ട്. അത് ആരായിരുന്നു അപ്പുറത്ത് എന്ന് അവരുടെ പെർമിഷനോടുകൂടി അത് പുറത്തുവിടേണ്ട ബാധ്യത ഈ മാധ്യമത്തിനുണ്ട്. മറ്റൊരു കാര്യം, ഈ LDF അത് ഉഴവൂരിൻ്റെ ഭാഗത്ത് സംസാരത്തിൻ്റെ രണ്ടാം ഭാഗത്ത് നിന്ന് അറിയാതെ വന്നുപോയി. ധാർമ്മികതയൊന്നും പറയേണ്ട. ശ്രീ എ കെ ശശീന്ദ്രൻ ഒരു പക്ഷേ അദ്ദേഹം കുറച്ച് ധാർമ്മികതയോ അല്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ ചർച്ചയിൽ വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും എന്ന് രാജിവെച്ചു. പക്ഷേ LDF ഗവൺമെൻറ്റിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് പറയില്ല. കാരണം ഉഴവൂർ